അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ മുഹറം മാസത്തിലെ പവിത്രമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പരിശുദ്ധമായ താസുആ ദിവസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ആശുറ ദിവസം എന്നിങ്ങനെയുള്ള പവിത്രമായ ദിനങ്ങളെക്കൊണ്ട് വളരെ ശ്രേഷ്ഠമാണ് പരിശുദ്ധ മുഹറം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മദീനയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടത് യഹൂദികളായ ആളുകൾ നോമ്പ് നോൽക്കുന്നതായിരുന്നു. ആശുറാഇൻ്റെ ദിവസത്തിലായിരുന്നു അവർ നോമ്പ് നോൽക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തേ നിങ്ങൾ നോമ്പ് നോൽക്കുന്നു? അവരതിന് കാരണമായി പറഞ്ഞത്, ബനു ഇസ്രായേലിനെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയത്, അവരുടെ ശത്രുക്കളിൽ നിന്നും അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ ഒരു ദിവസമാണിത്. അതിനെ പ്രമാണിച്ചുകൊണ്ട്, അതിനെ ബഹുമാനിച്ചുകൊണ്ട് ഞങ്ങൾ നോമ്പ് നോൽക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം നോമ്പ് നോറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പ്രതിവചിച്ചു, ഫഅന അഹഖു ബി മൂസാ മിൻകും, നിങ്ങളെക്കാൾ മൂസാ നബിയോട് ഏറ്റവും അടുത്തവർ ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾ നോമ്പ് നോൽക്കും. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് നോൽക്കുകയും അങ്ങനെ ആശുറാഇൻ്റെ ദിവസം നോമ്പ് നോൽക്കാൻ വേണ്ടി അവിടുത്തെ സമൂഹത്തോട്, നമ്മളോട് അവിടുന്ന് കൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് വ്യക്തമായി നമുക്ക് സ്വഹീഹുൽ ബുഖാരി നോക്കിയാൽ നമുക്ക് കാണുന്ന ഹദീസാണ്. ആശുറാഇൻ്റെ നോമ്പ് ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതുപോലെ തന്നെ താസുആഇൻ്റെ നോമ്പും ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. അത് നമുക്ക് സ്വഹീഹ് മുസ്ലിം പരിശോധിച്ച് നോക്കിയാൽ അവിടുന്ന് കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശുറാഇൻ്റെ ദിവസവും അവിടുന്ന് നോമ്പ് നോൽക്കുന്നവരായിരുന്നു. അവിടുന്ന് നോമ്പ് നോക്കാൻ വേണ്ടി അവിടുത്തെ സ്വഹാബത്തിനോട്, അവിടുത്തെ ഉമ്മത്തിനോട് കൽപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് സ്വഹാബത്ത് അവിടുന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഇന്നഹു യൗമൻ തഅല്ലമഹുൽ യഹൂദ് വൻ നസാറ, ഈ ദിവസത്തെ യഹൂദികളും നസാറാക്കളും അവിടുന്ന് ആദരിക്കുന്നുണ്ട് നബിയെ, അവരും നോമ്പ് നോൽക്കുന്നുണ്ട് നബിയെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ഫഇദാ കാനൽ ആമിൽ മുഖ്ബിൽ ഇൻഷാ അല്ലാഹു സുംന അൽ യൗമ താസിഅ, വരുന്ന വർഷത്തിൽ നമ്മളുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് ആ ദിവസത്തിൽ നമ്മൾ ആ വർഷത്തിൽ 9ൻ്റെ ദിവസം കൂടി നമ്മൾ നോമ്പ് നോൽക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന വർഷത്തിൽ അവിടുന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല, അവിടുന്ന് വഫാത്തായിരുന്നു. അതുപോലെ മുഹറം 11നും നോമ്പ് നോൽക്കൽ പ്രത്യേകം സുന്നത്താണ്. അതും നമുക്ക് അവിടുന്ന് ഹദീസിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നത് കാണാം. മുസ്നദിലും ഇബ്നു ഖുസൈമയും അവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു, സൂമു യൗമ ആശുറ, ആശുറാഇൻ്റെ ദിവസത്തിൽ നിങ്ങൾ നോമ്പ് നോൽക്കുക, യഹൂദികളോട് നിങ്ങൾ എതിരാവുകയും ചെയ്യുക, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ദിവസം മുമ്പുള്ള ഒരു നോമ്പും അതുപോലെ തന്നെ ശേഷമുള്ള ഒരു നോമ്പും നിങ്ങൾ നോൽക്കണം എന്നവിടുന്ന് പഠിപ്പിക്കുകയും ചെയ്തു. മഹാനായ തൗസ് റഹിമഹുല്ല അവിടുന്ന് ആശുറാഇൻ്റെ ദിവസവും അതിനുശേഷമുള്ള ദിവസവും അവിടുന്ന് നോമ്പ് നോൽക്കുന്നവരായിരുന്നു എന്നൊക്കെ നമുക്ക് ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ കാണുന്നതാണ്. മുഹറമിൻ്റെ 8ാമത്തെ ദിവസവും നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞ മഹാന്മാർ വരെ കർമ്മശാസ്ത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇക്കട്ടെ, പറഞ്ഞു വന്നത് ആശുറാഇൻ്റെ ദിവസം നോമ്പ് നോറ്റാൽ നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ്? അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു, അയ്യുകഫിറ സനത്തല്ലത്തി ഖബല, അതിന് മുമ്പ് അവൻ ചെയ്തു പോയ, മുമ്പ് ഒരു വർഷത്തോളം അവൻ ചെയ്തു പോയ സർവ്വ പാപങ്ങളെയും നാഥനായ റബ്ബ് സുബ്ഹാനഹു തആല അവന് പുറത്തു കൊടുക്കുന്നു. അവൻ ചെയ്തു പോയ എല്ലാ ചെറുദോഷങ്ങളെയും അല്ലാഹു തആല ഇവിടുന്ന് പുറത്തു കൊടുക്കുന്നു. നമുക്കറിയാം, വലിയ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു തരണമെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസപ്രകാരം അവിടുന്ന് അവൻ തൗബ ചെയ്യണം, അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങണം. എന്നാൽ ഇവിടെ പുറത്തു കൊടുക്കുക എന്നതിന് നമുക്ക് 2 അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, അവിടുന്ന് അല്ലാഹു തആല തെറ്റുകൾ പുറത്തു തരിക. മറ്റൊന്ന്, അവനെ വരും കാലങ്ങളിൽ തെറ്റിനെ തൊട്ട് അല്ലാഹു തആല സംരക്ഷിച്ച് നടത്തുക. ഇങ്ങനെ മഹാന്മാർ വ്യത്യസ്തമായ അർത്ഥങ്ങൾ ഇതിന് പറയുന്നത് കാണാം. ആശുറാഇൻ്റെ ദിവസം എപ്പോഴാണ് നമ്മൾ നിയ്യത്ത് കരുതേണ്ടത്? നിയ്യത്ത് കരുതൽ സാധാരണ സുന്നത്ത് നിസ്കാരങ്ങളെപ്പോലെ, നമ്മൾ അറിഞ്ഞതുപോലെ സാധാരണ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ആ ദിവസത്തിൽ ളുഹറിന് മുമ്പ് നിയ്യത്ത് കരുതിയാൽ മതിയാകുന്നതാണ്. എന്നാൽ ഫർള് നിസ്കാരങ്ങളാണ് എങ്കിൽ അത്താഴ സമയത്തിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ അത്താഴ സമയത്ത് വാങ്കിൻ്റെ സമയത്തിന് മുമ്പ് തന്നെ അവൻ നിയ്യത്ത് കരുതൽ നിർബന്ധം ആണ്. അതേ നിയമം തന്നെയാണ് ഇവിടെ ആശുറാഇൻ്റെ ദിവസത്തിനും ഉള്ളത്. ആശുറാഇൻ്റെ നോമ്പ് സുന്നത്താണ്. അപ്പോൾ സാധാരണ സുന്നത്ത് നോമ്പിലുള്ളതുപോലെ തന്നെ ളുഹറിന് മുമ്പ് അവൻ നിയ്യത്ത് കരുതിയാൽ മതിയാകും. നമുക്ക് ഇവിടെ വരാവുന്ന മറ്റൊരു സംശയമാണ്, ഒരാൾക്കൊരു ഫർള് നിസ്കാരം, ഫർള് നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ ഫർള് നോമ്പിനെ ഇതിൻ്റെ കൂടെ ഒന്നിച്ച് കരുതാൻ പറ്റുമോ? അത് നമുക്ക് സുന്നത്ത് നോമ്പിൻ്റെ കൂടെ നമുക്ക് മറ്റുള്ള നോമ്പുകൾ, ഫർള് നോമ്പുകൾ ഒന്നിച്ച് കരുതാൻ പറ്റുന്നത് പോലെ തന്നെ ഇതിനെയും ഒന്നിച്ച് കരുതാം. ഒരാൾ നേർച്ചയാക്കിയ ഒരു നോമ്പുണ്ട്,
അല്ലെങ്കിൽ അവൻ കഫാറത്തായി അവൻ വീട്ടേണ്ട ഒരു നോമ്പുണ്ട്, അല്ലെങ്കിൽ ഖളാ ആയി അവൻ്റെ നോമ്പുണ്ട്. എന്നാൽ അതിൻ്റെ നിയ്യത്തോടുകൂടെ ഇതിൻ്റെ നിയ്യത്തിനെയും കൂടി കരുതിയാൽ സുന്നത്തിൻ്റെ കൂലിയും അതേപോലെ തന്നെ ഫർദിൻ്റെ പ്രതിഫലം ഫർദ് സ്വീകരിക്കപ്പെടുകയും ചെയ്യുമോ എന്നൊരു സംശയം പലപ്പോഴും നമുക്ക് ഉദിക്കാറുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ ഷിഹാബ് റംലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് പ്രകാരം അവിടെ നിന്ന് നോമ്പ് ശരിയാവുകയും അതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കുകയും ചെയ്യും എന്നത് തന്നെയാണ്. അതേ പ്രകാരമാണ് മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഇവിടുത്തെ ഫതാവയിലും വിശദീകരിച്ചത്. ഇനി ഈ നോമ്പ് വന്നത് ഒരു വെള്ളിയാഴ്ച ദിവസമാണ്, എന്നാൽ പോലും അവിടെ നിന്ന് നോമ്പ് നോൽക്കൽ സുന്നത്താണ് എന്ന് മഹാന്മാർ ഇവിടെ നിന്ന് വിശദീകരിച്ചത് കാണാം. അതുപോലെ ഈ ദിവസത്തിൽ മറ്റു പല കാര്യങ്ങളും നമുക്ക് സുന്നത്താണ്. അതിലൊന്നാണ് ഒരാൾ നോമ്പ് നോറ്റില്ല എന്നാൽ പോലും അവൻ ഇംസാക്ക് ചെയ്യൽ. ആ ദിവസത്തെ ആദരിച്ചുകൊണ്ട് അവൻ മറ്റൊന്നും കഴിക്കാതെ അവനിങ്ങനെ കഴിക്കാതെ നിൽക്കൽ പ്രത്യേകം സുന്നത്താണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കും. അതുപോലെ തന്നെ അത്തൗസിയത്തു അലൽ അയ്യാൻ, അവൻ്റെ കുടുംബക്കാർക്ക്, അവൻ്റെ അഖാരിബിനിക്ക്, അവൻ്റെ അടുത്ത കുടുംബക്കാർക്ക് അവിടെ നിന്ന് വിശാലത ചെയ്തു കൊടുക്കൽ, ഭക്ഷണത്തിൽ വിശാലത ചെയ്തു കൊടുക്കുക, ഇതൊക്കെ പ്രത്യേകം സുന്നത്താണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. കാരണം ആ വർഷം മുഴുവനും അവന് വലിയ വിശാലത കിട്ടാൻ അതൊരു കാരണമായി തീരും എന്നു പറഞ്ഞു തരുന്നതോടുകൂടെ മഹാന്മാർ ഇവിടുന്ന് പഠിപ്പിക്കുന്നു, ഇത് മുജറബായ പരീക്ഷിച്ചറിഞ്ഞ ഒരു ദിക്ർ കൂടിയാണ്. എന്നാൽ അവിടുന്ന് ജമലിലൂടെ മഹാനവറുകൾ പഠിപ്പിക്കുന്നത് കാണാം, ഒരുപാട് കാര്യങ്ങൾ സുന്നത്തായി പറയുന്നത് കാണാം. നിങ്ങൾ നോമ്പ് നോൽക്കണം. ഒരു ബൈത്ത് പാടിയതിന് ശേഷം മഹാനവറുകൾ പറയുന്നു, നിങ്ങൾ നോമ്പ് നോൽക്കണം, നിങ്ങൾ നിസ്കരിക്കണം, നിങ്ങൾ ആലിമീങ്ങളെ സന്ദർശിക്കണം, അതുപോലെ നിങ്ങൾ സുറുമയിടണം, നിങ്ങൾ യതീമിൻ്റെ തല തടകണം, അതുപോലെ സ്വതക്ക ചെയ്യണം, കുളിക്കണം, കുടുംബക്കാരുടെ മേൽ വിശാലത ചെയ്തു കൊടുക്കണം, നഖം വെട്ടണം, സൂറത്തുൽ ഇഖ്ലാസ് 1000 പ്രാവശ്യം പാരായണം ചെയ്യണം തുടങ്ങിയിട്ട് സുന്നത്തുകളെ അവിടെ മഹാന്മാർ എണ്ണുന്നത് കാണാം. എന്നാൽ ഇവിടെ മനസ്സിലാക്കാനുള്ളത് പ്രത്യേകം ഒരു നിസ്കാരം ആശുറാൻ്റെ ദിവസം എന്നത് ശറയിൽ ഇല്ല. ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, അത് അവരുടെ ജഹാലത്ത് കാരണമാണ് അവരങ്ങനെ ചെയ്യുന്നുള്ളത് എന്ന കാര്യം ഇവിടെ മനസ്സിലാക്കുക. ഒരുപാട് സുന്നത്തുകളുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെയായിരിക്കാം, പക്ഷേ ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആശുറാൻ്റെ ദിവസത്തിലെ പ്രത്യേകം സുന്നത്ത് എന്ന് മനസ്സിൽ കരുതി നമ്മൾ ചെയ്താൽ ആശുറാൻ്റെ ദിവസത്തിൽ നമ്മളത് ചെയ്യുന്നത് മൂലം നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ അതുമൂലം കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.